ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അദേശിനെയാണ്. അവർ 3 പേരും ഡീലിലെല്ലാം സൈൻ ചെയ്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുമായിരിക്കും. ഇത് കാണുമ്പോൾ അദേശ് പറയും, നിങ്ങളിപ്പോൾ തന്നെ ഇത്രയധികം കോൺഫിഡൻസ് കാണിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം അദേശ് ജമാലിനെ ഫോൺ വിളിച്ച് പറയും, എത്രയും പെട്ടെന്ന് തന്നെ ആ ഷിപ്മെൻറ്റ് ക്യാൻസൽ ചെയ്തേക്ക്. ഇത് കേൾക്കുമ്പോൾ ഹൈദറിനും നസീറിനും നല്ല ദേഷ്യം വരും. മേജൻ പറയും, നിങ്ങൾ എന്തിനാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നത്? ഇത് നല്ലൊരു ഡീലാണ്, ഇത് നിങ്ങൾ കൂടി ഉപകാരപ്പെടുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ അദേശ് അവളോട് ചോദിക്കും, എന്ത് നല്ല ഡീൽ? ആയുധങ്ങൾ കടത്തിയേക്കുന്നതാണോ നീ പറഞ്ഞ വളരെ നല്ല ഡീല്? ഇത് കേൾക്കുമ്പോൾ മേജൻ ആകെ ഷോക്കാവും. ആയുധങ്ങൾ കടത്തിയേക്കേ? അദേശ്, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും, അല്ലാതെ ഒരിക്കലും ഇങ്ങനൊരു ഡീലൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, അതെ, മിസ്റ്റേക്കുകളുണ്ട്, അത് നിന്റെ പിറകെ നിൽക്കുന്ന 2 പേര് തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ മേജൻ ഹൈദറിനോട് ചോദിക്കും, അച്ഛാ, അദേശ് പറയുന്നതെല്ലാം ശരിയാണോ? ഇത് കേൾക്കുമ്പോൾ ഹൈദർ പറയും, ഇതൊന്നും എനിക്കറിയില്ല, ഇതിനെല്ലാം പിറകിൽ ചിലപ്പോൾ ആ ഷാഹിനായിരിക്കും, അതായത് അവരുടെ ഫ്രണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നസീറും പറയും, ഇതിന് പിറകിൽ നിന്ന് കളിച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശിന് നല്ല ദേഷ്യം വരും. മതി, ഇനി കൂടുതൽ ഇവിടെ കിടന്ന് ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത് കേൾക്കുമ്പോൾ മേജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവായിരിക്കും. അദേശ് അവളെ തടഞ്ഞിട്ട് പറയും, നിന്നോടല്ല പറഞ്ഞത്, അവരോട് 2 പേരോടാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവരവിടെ നിന്നും പോവും. അവർ പോയി കഴിയുമ്പോൾ മേജൻ അദേശിനോട് ചോദിക്കും, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് കേൾക്കുമ്പോൾ അവൻ അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്നും ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിൽ ഒരുപാട് വെപ്പൺസ് ഉണ്ടാവും. ഇത് കാണുമ്പോൾ മേജൻ മനസ്സിലാവും അവൻ പറഞ്ഞത് ശരിയായിരുന്നെന്ന്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ. അല്ല, ഈ കാര്യങ്ങളെല്ലാം വെച്ച് നിനക്കെന്നെ ജയിലടക്കാമായിരുന്നല്ലോ, അതിലുള്ള സൈനെല്ലാം എൻ്റേതാണ്, എന്നിട്ട് നീ എന്താ അങ്ങനെ ചെയ്യാഞ്ഞത്? ഇത് കേൾക്കുമ്പോൾ അദേശ് അവളോട് പറയും, ഇതെല്ലാം ഞാൻ നിനക്കോ നിന്റെ ഫാമിലിക്കോ വേണ്ടി ചെയ്യുന്നതല്ല, ഇതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ്. കാരണം നിന്റെ പേരിൻ്റെ അവസാനം ഇപ്പോഴും എൻ്റെ സർനെയിം തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേര് ദോഷം എനിക്ക് തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിനക്കിനി ഈ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ പുറമെ നിന്നോ എന്തെങ്കിലും ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് കേൾക്കുമ്പോൾ മേജൻ ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? എന്നെ നിന്റെ റൂമിൽ ലോക്ക് ചെയ്ത് വെക്കോ? അല്ലെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൈ ഇതുപോലെ വീണ്ടും പൊള്ളിക്കോ? ഒരു തവണ എനിക്ക് നല്ലൊരു പൊള്ളലേറ്റതാ, അതുകൊണ്ട് തന്നെ ഇനി നീ പൊള്ളിച്ചാലും എനിക്ക് ഇത്ര വേദന വരില്ല. അല്ലെങ്കിൽ നീ എന്നെ കൊല്ലോ? എങ്കിൽ നീ എന്നെ കൊന്നേക്ക്. അല്ലെങ്കിലും ഇങ്ങനെ നാറി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിച്ചു പോകുന്നത് തന്നെയാണ്. ഇനി നീ എന്നെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ നിന്നല്ല, നിന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് മേജൻ അവിടെ നിന്നും പോവും. ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശിന് നല്ല വിഷമാവുന്നുണ്ട്. അതിനുശേഷം മേജൻ നേരെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് അവൾ അവനോട് ചോദിക്കും. ഹൈദർ പറയും, മോളെ, നീ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അറിഞ്ഞുകൊണ്ട് മോളെ ആ തെറ്റിലേക്ക് വലിച്ചഴക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം ആ ഷാഹിൻ്റെ പണിയാണ്, അവൻ നമ്മളെല്ലാവരെയും പറ്റിച്ചു കളഞ്ഞു. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഞാൻ അച്ഛനോട് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യവും അന്വേഷിച്ചിട്ട് വേണം നടക്കാൻ. സോറി മോളെ, ഇത്തവണ എനിക്കൊരു തെറ്റ് പറ്റി, ഇനിയൊരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. ഇതിനെല്ലാം പിറകിൽ ആ ആദേശമായിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അച്ഛനെന്തിനാണ് ഇതിലിപ്പോൾ അവൻ്റെ പേരെടുത്തിരുന്നത്? അവൻ കാരണം ഇപ്പം ഞാൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു, അല്ലെന്നുണ്ടെങ്കിൽ വെപ്പൺ സ്മഗ്ലിംഗ് കേസിൽ ഞാനിപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. അങ്ങനെ മേജൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും അവിടേക്ക് നസീർ വരുന്നത്. മേജൻ, എനിക്ക് നിന്നെ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ്. ഒരിക്കലും ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമല്ല, ഇതിനെല്ലാം പിറകിൽ ആ ഷാഹിൻ തന്നെയാണ്. അവനൊരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം അവനെ കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് ഓടിച്ചതിന് ശേഷം വേണം ആ ആദേശിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ. ഇത് കേൾക്കുമ്പോൾ മേജൻ അവനോട് പറയും, ആ ആദേശ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്നേനെ. ഇത് കേൾക്കുമ്പോൾ നസീർ അവളോട് പറയും, ഇന്ന് രാവിലെ അവൻ നിന്നെ റൂമിൽ ലോക്ക് ചെയ്തില്ലേ, ആ കാര്യം നീ ഒരിക്കലും മറന്നു പോകരുത്. എന്തായാലും ആ കാര്യമൊക്കെ നീ വിട്ടേക്ക്. നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കല്ലേ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരാം. ഇത് കേൾക്കുമ്പോൾ മേജൻ ആദ്യം ഒന്ന് മടിക്കുന്നുണ്ട്. പിന്നെ അദേശ് അവിടെ വന്ന് അവളെ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കി നിൽക്കുന്ന കാണുമ്പോൾ അവൾ 2 കൽപ്പിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ്റെ വണ്ടി കയറി പോവാണ്. ഇതെല്ലാം കാണുമ്പോൾ അദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ വേഗം അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. അദേശിന് നല്ല ദേഷ്യം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. ആസ്ലിക്ക് ഇതെല്ലാം കണ്ടിട്ട് അദേശിനെക്കാളും നല്ല ദേഷ്യം വരുന്നുണ്ട്. അദേശ് നസീറിൻ്റെ കാറിനെ വെട്ടിച്ചുകൊണ്ട് അവൻ ആദ്യം വീട്ടിലേക്ക് എത്തും. അതിനുശേഷം അവിടേക്ക് നസീറും മേജനും വരുമ്പോൾ അവരെ തന്നെ ദേഷ്യത്തോട് നോക്കി നിൽക്കുകയായിരിക്കും അദേശ്. നസീർ അവളെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അവൾ നസീറിനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പം നസീർ പറയും, നമുക്കിനിയും ഒരുപാട് തവണ ഇതുപോലെ കാണേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ അദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താ നസീർ, ഇതുപോലെ ഒരുപാട് തവണ കാണാമെന്നോ? ആ, നീ ഒരു കാര്യം മറന്നുപോയോ? എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനും മേജനും ഇപ്പോഴും ബിസിനസ് പാർട്ട്നേഴ്സാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് തവണ ഇതുപോലെ കാണേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ അദേശ് അവൻ്റെ കോളറിനെ പിടിച്ച് ചോദിക്കും, നീ ആരാടാ എൻ്റെ ഭാര്യയുടെ കൂടെ ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ?
ഇതെല്ലാം കണ്ട് പേടിച്ച് അദേശിനെ അവിടെ നിന്ന് മാജൻ മാറ്റി നിർത്തും. നസീറിനാണെങ്കിൽ നല്ല ചിരി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വീണ്ടും കാണാം മാജൻ, ഞാൻ നിന്നെ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. ഇത് കേൾക്കുമ്പോൾ അദേശ് വീണ്ടും അവൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിലും മാജൻ അവനെ വീണ്ടും തടയും. അതിനുശേഷം നസീർ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും വണ്ടി എടുത്ത് പോകും. അതിനുശേഷം മാജനൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് കയറി പോകാൻ നിൽക്കുമായിരിക്കും. അദേശ് അവളെ തടഞ്ഞിട്ട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവൻ്റെ കൂടെ ഇനി നിന്നെ കാണരുതെന്ന്. ഇത് കേൾക്കുമ്പോൾ മാജൻ പറയും, അപ്പോൾ അതിനുത്തരമായിട്ട് ഞാനും നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അങ്ങനെയാണോ? എങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി എൻ്റെ മുഖത്തോക്കി പറ. ഇത് കേൾക്കുമ്പോൾ മാജൻ പറയും, എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തീരെ ഇഷ്ടമല്ല. ഞാൻ ഒരട്ടം പറഞ്ഞ കാര്യം നീ കേട്ടതല്ലേ, ഇനി ഞാനെന്തിനാണ് അത് വീണ്ടും പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ അവൻ പറയും, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. പിന്നെ നീ എന്തിനാണ് വീണ്ടും അവൻ്റെ അടുത്തേക്ക് എന്നെ ഇങ്ങനെ പോകുന്നത്? അവനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നോ? പിന്നെ ആരെ? നിങ്ങളെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ദമേത്, നസീർ എന്നെല്ലാം പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അവരെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. 2 ദിവസം മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആളാണ് നിങ്ങൾ. നിങ്ങൾ പറയുന്നത് കേട്ട് കുറേ കാലങ്ങളായിട്ടുള്ള അവരോടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ നിർത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, നിനക്ക് എൻ്റെ കൂടെ എത്ര കാലം ജീവിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. ഇത് കേൾക്കുമ്പോൾ അവൾ പറയും, അങ്ങനെയാണോ? എങ്കിൽ ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടേക്ക്, ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും. അങ്ങനെ മേജൻ വീടിനുള്ളിലേക്ക് കയറുമ്പോഴായിരിക്കും അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. മോളെ, നിന്റെ കയ്യിന് എന്താ പറ്റിയത് എന്നവർ തിരക്കുമ്പോൾ മേജൻ പറയും, ഒന്നുമില്ലാമേ, അത് വിട്ടേക്ക്, അത് ചെറിയൊരു മുറിവാണ്. അപ്പോൾ മുസൈൻ അവിടെ വന്ന് അവളെ വീണ്ടും വലിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമായിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് അദേശ് വരും. അമ്മ വേണ്ട, അവളിതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആസ്ലിക്ക് പോയിസൺ കൊടുത്തത് അവളല്ല. ഇത് കേൾക്കുമ്പോൾ മുസൈൻ ആകെ ഷോക്കായിട്ട് ചോദിക്കും, പിന്നെ ആരാണ്? ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ ടെൻഷനാവും. വേണ്ട, അതിപ്പോൾ പറയണ്ട അച്ഛാ, നിങ്ങൾ അമ്മയും കൊണ്ട് മുകളിലേക്ക് പോയിക്കോ. അങ്ങനെ ഹൈദർ അവരെയും കൊണ്ട് മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവർ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. എടി മുസൈൻ, ഒരു മകളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് നിനക്ക് കുറച്ചെങ്കിലും മനസ്സിലായല്ലോ, അത് മതി എനിക്ക്. ഇത് കേൾക്കുമ്പോൾ മുസൈൻ പറയും, അപ്പം നീയാണല്ലേ അതിൽ വിഷം കലർത്തിയത്? എടി വൃത്തികെട്ടവളെ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഒരു കൂസലും ഇല്ലാതെയാണല്ലോ നീ ഞങ്ങളുടെ മുന്നിലൂടെ ഇത്രയും കാലം നടന്നു പോയത്. ഇതെല്ലാം പറഞ്ഞ് മുസൈൻ അവളുടെ അടുത്തേക്ക് വരുമായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ അദേശ് മുസൈനെ തടയും. വേണ്ടമ്മേ, ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ തന്നെ കൊടുക്കാം, എൻ്റെ രീതിയിൽ തന്നെ എന്നും പറഞ്ഞ് അദേശ് അവരുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് മാസം മാസം കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ, അതിന് മുതൽ കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കാറും അതെല്ലാം ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദർ അദേശിനോട് പറയും, നീ ഒരു കാര്യം മറന്നുപോയെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ എഗ്രിമെന്റിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിയർ ബൗണ്ടറീസ്. ആ ലിമിറ്റ് ആരും ക്രോസ് ചെയ്യാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ അദേശ് ഹൈദറിനോട് പറയും, നിങ്ങളൊരു കാര്യം മറന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഞാനിപ്പോൾ നിങ്ങളുടെ മകളുടെ ഭർത്താവാണ്, അതായത് നിങ്ങളുടെ മരുമകൻ. ഇതിൻ്റെ ഒന്നും ഇടയിൽ ഒരു ലിമിറ്റും ആരും എവിടെ എഴുതി വെച്ചിട്ടില്ല. ആരെന്ത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം ഞാൻ തന്നെ തീരുമാനിക്കും. നിങ്ങളതുപോലെ ചെയ്താൽ മാത്രം മതി എന്ന് അദേശ് അവരോട് പറയും. ഇതെല്ലാം പറഞ്ഞ് അദേശ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ തന്നെ മേജൻ അവൻ്റെ പിറകെ പോവായിരിക്കും. ഇത് കാണുമ്പോൾ ആസ്ലിക്ക് തീരെ പിടിക്കുന്നില്ല. അവൾ അവളെ തടഞ്ഞോണ്ട് പറയും, എടി മോളെ, അദേശിൻ്റെ പുറകിലൂടെ കളിച്ച് അവനെ പറ്റിക്കാമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും ഇവിടെ വെച്ച് അവസാനിച്ചിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ മേജൻ ആസ്ലിയോട് പറയും, നീയൊക്കെ എന്തിനാണ് എൻ്റെ പിറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇപ്പം തൽക്കാലം ആരെയും പറ്റിക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മേജൻ അവിടെ നിന്നും പോകും. മേജൻ അദേശിൻ്റെ പുറകിലൂടെ ഓടി അവൻ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ നിൽക്കില്ല. അദേശ്, ഒന്ന് വേഗം നിൽക്കുന്നുണ്ടോ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൾ ഓടി വരുമായിരിക്കും. അദേശ് അപ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കുമ്പോൾ അവൾ അദേശിൻ്റെ മേത്തട്ടി വീഴാൻ പോകും. നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിന്നത്? അത് ശരി, നീ എന്നോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നതല്ലേ, ഇനിയിപ്പോൾ എന്താ അതിലും പ്രശ്നമുണ്ടോ? ഏതായാലും നീ വന്ന കാര്യം പറയാൻ നോക്ക്. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ സത്യങ്ങളെല്ലാം എപ്പോഴാണ് അറിഞ്ഞത്? പിന്നെ ഒരു കാര്യത്തിന് എനിക്ക് നിങ്ങളോട് നന്ദിയും പറയാനുണ്ട്. നിങ്ങൾ ആ മുസൈൻ്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷിച്ചല്ലോ. പക്ഷേ അതേസമയം തന്നെ എൻ്റെ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ അദേശ് ചോദിക്കും, പിന്നെ അവരങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ അവരെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? ഞാനൊരിക്കലും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങളെൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൊള്ളൽ കണ്ടതല്ലേ, ഇതുപോലെ നാളെ എൻ്റെ അമ്മയ്ക്ക് സമ്മതിക്കും. അതിൽ നിന്നും എല്ലാം ഒന്ന് തടയണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ ഇപ്പോൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ അമ്മയ്ക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിൻ്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്നിട്ട് അവർ ഒന്നും അറിയാത്തതുപോലെ തന്നെ നിന്നെ ഒരു ബലിയാടാക്കി നിന്റെ പിറകിൽ അവർ ഒളിച്ചു നിന്നു. നിനക്കിതെല്ലാം അറിയാവുന്നതായിരുന്നല്ലേ? എന്നിട്ട് നീ എന്താണ് ഞങ്ങളുടെ ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? ഞാനിതിനെക്കുറിച്ച് എത്ര തവണ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാ? ഞാനല്ല ഇത് ചെയ്തതെന്ന് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും എന്നെ വിശ്വസിച്ചോ? അതിനെല്ലാം പുറമെ നിങ്ങൾ തന്ന എല്ലാ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങി. ഇതെല്ലാം എൻ്റെ അമ്മയ്ക്ക് കിട്ടേണ്ടതായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ പിറകിൽ നിന്ന് കുത്തിയാലും പിന്നിൽ ഒളിച്ചിരുന്നാലും എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അവരെൻ്റെ അമ്മ തന്നെയല്ലേ. എൻ്റെ അമ്മയെ ഒരിക്കലും എനിക്കിങ്ങനെ വിഷമിച്ച് കാണാൻ കഴിയില്ല. ഇപ്പം നടന്നതെല്ലാം നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അമ്മയെ കുറ്റക്കാരിയാക്കോ?
ഒരിക്കലും ഇല്ല. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ നോക്കുള്ളൂ. അത് തന്നെയാണ് ഞാനിവിടെ ചെയ്തത്. എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തും സഹിക്കാൻ എനിക്ക് കഴിയും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എൻ്റെ കയ്യിലെ മുറിവുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലല്ല, എൻ്റെ ഹൃദയത്തിലാണ് മുറിവ് എന്ന് മേജൻ അവനോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് അവളുടെ കൈ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകും. ആദേശ് മേജനെ നേരെ അവളുടെ റൂമിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഒരു മരുന്നെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. ഇത് നീ ഒന്നും കൂടി തേച്ചോ, കുറേ നേരമായില്ലേ മരുന്ന് തേച്ചിട്ട്. ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് മേജൻ പറയും. നിന്നോട് ഞാൻ നിൻ്റെ ആവശ്യം ചോദിച്ചില്ലല്ലോ, വേഗം ഈ മരുന്ന് തേക്കാൻ നോക്ക്. ഇത് കേട്ട് ദേഷ്യം വന്ന് മേജൻ അവൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി അത് തേക്കാൻ നിൽക്കുമായിരിക്കും. അപ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്നും ആ ഓയിൽമെൻറ്റ് താഴെ വീഴും. അത് കാണുമ്പോൾ ആദേശ് തന്നെ ആ ഓയിൽമെൻ്റ് എടുത്ത് അവളുടെ കയ്യിൽ തേച്ചു കൊടുക്കും. അവളുടെ വേദന കാണുമ്പോൾ ആദേശിന് നല്ല വിഷമാവുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ മേജൻ അവനോട് ചോദിക്കും, നിനക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ മനസാക്ഷിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ആദേശ് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കും. ഇതെല്ലാം ബാക്കിൽ നിന്ന് മുസൈൻ കാണുന്നുണ്ടാവും. എൻ്റെ ആദേശ്, നിനക്കിതെന്താണ് സംഭവിച്ചത്? നീ ഇപ്പോൾ അവളുടെ കയ്യിൽ മരുന്ന് പെട്ടി കൊടുക്കുകയാണോ എന്ന് മുസൈൻ ഇങ്ങനെ ആലോചിക്കും. ഇതെല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെ മുസൈൻ അവിടെ നിന്നും പോവും. നിന്റെ കയ്യിലിരിക്കുന്ന ഈ മരുന്നുകൊണ്ട് എൻ്റെ കയ്യിലെയും മുറിവ് മാറ്റാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എൻ്റെ ഹൃദയത്തിന് സംഭവിച്ച മുറിവ്, അതിന് പറ്റിയ എന്തെങ്കിലും മരുന്ന് നിന്റെ കയ്യിലുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളോട് പറയും, ആ ഒരു മരുന്നിന് വേണ്ടി ഞാൻ വർഷങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ആ മരുന്ന് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നീ എനിക്ക് കൂടി എടുത്തു വെച്ചേക്കും. അങ്ങനെ ആദേശ് അവളുടെ കയ്യിൽ ആ പൊള്ളയെല്ലാം നന്നായി ഡ്രസ്സ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്നൊരു കോള് വരുന്നത്. അത് നസീറിൻ്റെ കോളായിരിക്കും. അവൾ വേഗം അവനോട് ഇതെല്ലാം ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് വേഗം ആ കോളെടുത്ത് പുറത്തേക്ക് പോകും. അതിനുശേഷം അവൾ നസീർ വീണ്ടും വിളിക്കും. മേജൻ, ഞാൻ നിൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് നസീർ അവളോട് പറയും. അല്ല, നിങ്ങളെന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? അതായത് ഞാൻ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. നീ അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനിച്ചോ? ഞാൻ കുറേ ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് അവൻ അവളോട് പറയും. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാനും വിളിച്ചത്. സത്യം പറഞ്ഞാൽ അപ്പത്തെ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാണ്. എനിക്ക് ഈ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നില്ല. നമുക്ക് പോരാടണം എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് നല്ലൊരു മാർഗത്തിലൂടെ ആവണം. എന്തായാലും ഇന്ന് തന്നെ ആദേശ് അവിടെ നിന്ന് രക്ഷിച്ചു, ആ ഷിപ്മെൻറ്റ് റദ്ദാക്കിക്കൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പെട്ടുപോയേനെ. അവൻ എന്നെ മാത്രമല്ല നമ്മളെല്ലാവരെയാണ് രക്ഷിച്ചത്. ഇത് കേൾക്കുമ്പോൾ നസീർ അവളോട് പറയും, അവന് നമ്മളെല്ലാം രക്ഷിച്ചത്, അവനെ തന്നെയാണ്. ഒരുപക്ഷെ അതങ്ങനെ തന്നെ ആയിരിക്കാം. എങ്കിലും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും നമ്മൾ നല്ല മാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നസീറിന് അത്ര താല്പര്യമില്ലെങ്കിലും മേജൻ്റെ ഇഷ്ടം അതായതുകൊണ്ട് അവൻ അതിന് സമ്മതിക്കും. നീ എന്താണോ പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട് എന്ന് നസീർ അവളോട് പറയും. പിന്നീട് കാണിക്കുന്നത് മേജൻ്റെ അടുത്തേക്ക് വരുന്ന മുസൈനെയാണ്. മുസൈൻ ഇപ്പോഴും മേജനോടുള്ള ദേഷ്യം പോയിട്ടില്ല. ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, നീ ഇപ്പോൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞ് മുസൈൻ മേജൻ്റെ ആ പൊള്ളിയ ഭാഗം പിടിച്ച് അമർത്തുകയാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ മേജൻ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടുകൊണ്ട് അവിടേക്ക് ആദേശ് വരുന്നുണ്ട്. അവൻ മുസൈനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്, പിന്നെ എന്തിനാണ് ഇവളെ നിങ്ങളിങ്ങനെ ശിക്ഷിക്കുന്നത്? നിനക്കല്ലെങ്കിലും ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് തീരെ ഇഷ്ടപ്പെടില്ലല്ലോ, നീ എപ്പോഴും അവളുടെ ഭാഗത്തല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് മുസൈൻ അവിടെ നിന്നും പോവും. അതിനുശേഷം ആദേശ് മേജൻ്റെ അടുത്തേക്ക് വരും. മേജനാണെങ്കിൽ വേദന സഹിക്കാനാവാതെ അവിടെ കരയുന്നുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ ആദേശിന് നല്ല സങ്കടമാവും. അവൻ്റെ കൈ കൊണ്ട് തന്നെ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കും. വാ, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഇതിനി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പഴുത്ത് കൂടുതൽ വേദന ആവുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ മേജൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. എനിക്കിപ്പോൾ ഒരു കാര്യം മാത്രമേ ആഗ്രഹമുള്ളൂ, നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു നല്ല മനുഷ്യനെ നിങ്ങൾക്ക് എപ്പോഴും പുറത്തേക്ക് കൊണ്ടുവന്നൂടെ? നിങ്ങളത് മനഃപൂർവ്വം നിങ്ങളുടെ ബലവും ദേഷ്യവും എല്ലാം കൊണ്ട് അതിനെ പിടിച്ചു വെക്കുകയാണ് ഉള്ളിൽ. നിങ്ങളുടെ ഉള്ളിൽ ഒരു നല്ല മനസ്സുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ നല്ല മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതെപ്പോഴും നടക്കാറില്ല. ഇതെല്ലാം കാണുമ്പോൾ ആദേശിന് ആകെ എന്തോ പോലെയാവും. എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവന് വേഗം അവിടെ നിന്നും പോകും. അതിനുശേഷം നസീർ ഹൈദറിനെ വിളിക്കും. ഷാഹിൻ അവരെ ചതിക്കുന്ന അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവനോട് നല്ല കലിപ്പിലാണ്. ഇതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളെല്ലാം ആദേശ് എങ്ങനെയാണ് അറിഞ്ഞത്? ഇതിനെല്ലാം പിറകിൽ ഇനി അവനായിരിക്കുമോ? അവനക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നസീർ പറയും, ആ കാര്യം വിളിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പിറകിൽ അവനാണെന്നറിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ അവനെ എനിക്ക് വിട്ടുതന്നാൽ മതി. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവള് മുസൈൻ്റെ അടുത്ത് നിന്നും ആദേശ് അവളെ രക്ഷിച്ചതിന് വേണ്ടി അവനക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും. ഇത്രയൊക്കെ നന്ദി അവൻ അർഹിക്കുന്നുണ്ടെന്ന് അവൾ വിചാരിക്കും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. അവളെ ആദേശ് നസീറിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമോ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അവളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് നസീറിനെതിരെ പറ്റിയ ഒരു കാര്യം കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പം അവൾ ആലോചിക്കും, ഞാനെന്തിനാണ് നസീറിനെ ഇതിൽ നിന്ന് തടയുന്നത്? എന്തായാലും നസീർ മേജൻ്റെ എക്സ് ഫിയാൻസി അല്ലേ, അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഇല്ലാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആ പേപ്പർ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയാണ്. അപ്പോഴാണ് കറക്റ്റ് സമയത്തിന് ആദേശ് അങ്ങോട്ട് വരുന്നത്. നിനക്ക് എന്തെങ്കിലും കാര്യം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ആസ്ലി അവരോട് കള്ളം പറയും. തൽക്കാലം ഇപ്പോൾ നമുക്ക് നസീറിനെ സഹിക്കാല്ലാതെ വേറെ വഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ജമാൽ ആദേശിനോട് പറയും, നീ പേടിക്കാതിരിക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവനെ ഇവിടെ നിന്ന് അകറ്റാം.
അതിപ്പോൾ സമാധാനത്തിൻ്റെ വഴിയിലല്ലെങ്കിലും ബലം പ്രയോഗിച്ചാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ ആസ്ലി അദേശിനോട് പറയും, ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. നീ ആ കേസ് അവിടെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നീ എന്തിനാണ് മേജനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ഇത് കേൾക്കുമ്പോൾ അദേശ് അവളോട് പറയും, ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാനിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പം നമ്മൾ പാസ്റ്റിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്, ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുക. അപ്പോഴാണ് മേജൻ അവിടേക്ക് അദേശിനുള്ള ചായം കൊണ്ടുവരുന്നത്. അവൾ അവളുടെ കോൺവെർസേഷൻ കേൾക്കുമ്പോൾ അവിടേക്ക് വരാതെ അവിടെ നിന്ന് തന്നെ കേൾക്കുകയാണ്. അദേശ് പറയും, എൻ്റെ കയ്യിൽ തൽക്കാലം ഒരു പ്ലാൻ ഉണ്ട്. ഹൈദറിൻ്റെയും മേജൻ്റെയും വേറെ അഗ്രിമെൻറ്റ്സിലും ഡീൽസിലും എല്ലാം സൈൻ ചെയ്യാനുള്ള അവകാശം നമ്മൾ റദ്ദാക്കണം. ഇത് മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇതെല്ലാം അവൾ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അദേശിന് എന്തോ ഒരു പന്തികേട് തോന്നിയോണ്ട് തന്നെ അവൻ ആ വാതിൽ അങ്ങ് തുറക്കും. അപ്പോൾ അവിടെ മേജൻ ചായം കൊണ്ട് നിൽക്കുന്നത് കാണും. ഇതെല്ലാം കാണുമ്പോൾ ജമാലിനോടും ആസ്ലിയോടും അതിനു വേണ്ടിയുള്ള കാര്യമെല്ലാം ശരിയാക്കാൻ പറയും. അങ്ങനെ അവരവിടെ നിന്നും പോവും. മേജൻ നേരെ ചായം കൊണ്ട് ആ റൂമിലേക്ക് വരും. അവൻ ചോദിക്കും, നീ ഇത്ര നേരം ഞാൻ പറയുന്നതെല്ലാം കേൾക്കായിരുന്നല്ലേ? എവിടെ വരെ നീ കേട്ടു? ഞങ്ങളുടെ സൈനിൻ്റെ കാര്യം നീ റദ്ദാക്കാൻ പോവാണല്ലേ? അതെല്ലാം ഞാൻ കേട്ടു. ഇനി മേലിൽ നീ ഇതുപോലെ ഒളിഞ്ഞെന്ന് കേൾക്കാൻ ശ്രമിക്കരുത്. നീ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ വന്ന് നിന്നോട് പറഞ്ഞോളാം. ഇത് കേൾക്കുമ്പോൾ മേജൻ അദേശിനോട് പറയും, ഒരു ചെറിയ നിമിഷത്തേക്ക് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ടെന്നും നല്ലൊരു ഹൃദയമുണ്ടെന്നും ഞാൻ വെറുതെ വിചാരിച്ചു പോയി. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നന്മയ്ക്ക് ഒരു സ്ഥാനമില്ല. ഇത് കേൾക്കുമ്പോൾ അദേശ് അവൾ കൊണ്ടുവന്ന ചായ ശ്രദ്ധിക്കും. ഇവൾ ഈ ചായ എനിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നാണോ എന്നവൻ ആലോചിക്കും. അപ്പോഴാണ് മേജൻ അവളുടെ ഫോൺ എടുത്ത് നസീറിനെ വിളിക്കുന്നത്. നസീർ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രൊജക്റ്റ് നമുക്ക് തുടരാം. ഇത് കേൾക്കുമ്പോൾ നസീറിന് ഭയങ്കര സന്തോഷമാവും. നീ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ ഒരിക്കലും നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് നസീർ അവളോട് പറയും. ഇത് കേൾക്കുമ്പോൾ അദേശിന് നല്ല ദേഷ്യം വരും. നീ ഇപ്പോൾ എന്താ ഈ ചെയ്യാൻ പോകുന്നത്? ഞാനും നസീറും ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. ആ കാര്യത്തിൽ ഞാൻ ഓൾറെഡി സൈൻ ചെയ്തിരുന്നു. ഇനി മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിനക്കെതിരെ പോരാടാൻ നോക്കുകയാണ്. ഇനി മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും നിനക്കെതിരെ നിൽക്കാൻ പോകുന്നത് എന്ന് മേജൻ അവനോട് പറയും. ഇതോടുകൂടി അറഫ്ത സീരീസിലെ 13ാമത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ അറഫ്ത ഫാൻസിൻ്റെ പവറെല്ലാം കമൻറ്റ് ബോക്സിൽ കാണിക്കണം കേട്ടോ. അതുമല്ല, നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. ഇതെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇത് ഞാൻ വീഡിയോയുടെ ആദ്യം പറയാൻ നിൽക്കുമായിരുന്നു, പക്ഷെ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് പറയാൻ നിൽക്കുന്നത്. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്, അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല ഗൈസ്. അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഗൈസ്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്ര പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന്. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ തന്നെ ഇനി എന്നും നിങ്ങൾ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. 1K സബ്സ്ക്രൈബേഴ്സ് ആയതിന് പകരമായിട്ട് തന്നെ ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ അതിന് കഴിയുന്നില്ല ഗൈസ്. കാരണം നമുക്ക് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ ഒരു 2 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് വാച്ച് ചെയ്ത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും ടൈം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര ചുരുങ്ങി പോവാ വീഡിയോ. കാരണം നമുക്ക് 2 വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ചുരുക്കിയിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം നമുക്ക് 2 എപ്പിസോഡ് ഒരു ദിവസം ഇടണമല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ കുറേ മനോഹരമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ അദേശിൻ്റെയും മേജൻ്റെയും കുറേ സംസാരങ്ങളും ഇവിടെ വാക്ക് തർക്കങ്ങളും അതെല്ലാം അതിൽ മിസ്സായി പോകും. ഇപ്പം നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഡയലോഗുകളുടെയും മലയാളമാക്കിയിട്ടാണ് ഞാൻ, പ്രത്യേകിച്ച് അദേശിൻ്റെയും മേജൻ്റെയും ഇവരുടെ എല്ലാ ഡയലോഗുകളും ഒന്നും മിസ് ചെയ്യാതെ ഞാൻ പരമാവധി ഇവർ പറയുന്ന അതേ ആ ഒരു ടോണിൽ ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രസം അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ 2 വീഡിയോസൊക്കെ കുറേ വീഡിയോസ് ഉള്ളതുകൊണ്ട് നമ്മളത് കുറേ ചുരുക്കിയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു രസത്തിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം ഒരു എപ്പിസോഡാണ് ഇടുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു എപ്പിസോഡ് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം ഓരോ എപ്പിസോഡാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.